ഈ മരണമടഞ്ഞ സജു വർഗീസിനോടൊപ്പം KG എബ്രഹാമിൻ്റെ കുവൈറ്റിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അപകടം, ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലം, കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം 17 വർഷമായി ഈ കമ്പനിയിൽ, KG എബ്രഹാമിൻ്റെ കുവൈറ്റിലെ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. കൺസ്ട്രക്ഷൻ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ ഏത് മേഖലയിലാണ് ഈ കമ്പനിയുടെ ഒരു പ്രവർത്തനം? ഓയിൽ ഫീൽഡ്, പെട്രോളിയം ഫീൽഡാണ് മെയിൻ അവരുടെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് മൊത്തം. പിന്നെ എല്ലാ വർക്കുകളും അവർ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണ്. മെയിൻ്റനൻസ് ആണ് കൂടുതലുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശം എത്രത്തോളം ജീവനക്കാരുണ്ട് ഈ സ്ഥാപനത്തിന്? അറിവിലൊരു 30,000 പേരോളം ഉള്ളതായിട്ടാണ് എൻ്റെ അറിവുള്ളത്. മലയാളികളാണോ? അത് കൂടുതലും മലയാളീസാണുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഉണ്ടതിൽ. അതായത് ഈ അപകടം സംഭവിച്ച ഈ ഫ്ലാറ്റ് അങ്ങ് താമസിക്കുന്ന സ്ഥലവുമായിട്ട് എത്ര അകലത്തിലാണ്? ഞാനൊരു 20 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട് അവിടുന്ന്. എങ്കിലും എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന ബിൽഡിങ്ങാണ്. അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. അവിടുത്തെ ജീവനക്കാരുടെ താമസത്തിൻ്റെ സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാൻ കഴിയുമോ? കാരണം ഈ വലിയ പുലർച്ചെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഉറക്കത്തിലായിരുന്നു. അതാണ് ഈ അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. അതിൻ്റെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇല്ല, എത്രയും ബെറ്ററായിട്ടുള്ളൊരു അക്കോമഡേഷനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി നമുക്കും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ ഇത് സംഭവിച്ചതെന്നുള്ളത്. ഈ ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ തീ പിടിക്കുന്നു, പക്ഷേ പുക ഭയങ്കരമായിട്ട് ഉയരുന്നു. പുക ശ്വസിച്ചായിരിക്കും കൂടുതൽ ആളുകൾ മരിച്ചത്. അപ്പോൾ അങ്ങനെ തീ പിടിക്കുന്ന അല്ലെങ്കിൽ പുക കൂടുതൽ വരുന്ന തരത്തിലേക്കുള്ള സാധന സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നിട്ടുണ്ടോ? അങ്ങനെ അത് സൂക്ഷിച്ചിരുന്നതായിട്ട് അറിവില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഡ്രസ്സ്, ഇല്ലെങ്കിൽ ബ്ലാങ്കറ്റ്, മാട്രസ്, ഇത് കത്തിയിട്ടുള്ള പുകയാകാനാണ് വഴി കൂടുതലും ഉള്ളത്. അല്ലാതെ കൂടുതൽ സ്റ്റോറേജ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല അവിടെ. ഈ അപകടത്തെക്കുറിച്ച് അവിടുത്തെ സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോടൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താണ്? അവർക്കും നമ്മൾ ഈ ഇവിടുന്ന് പറയുന്ന പോലുള്ള നമുക്കുള്ള അറിവ് മാത്രമേ അവർക്കും ലഭിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ബിൽഡിങ്ങിൽ അപകടത്തിൽപ്പെട്ടവരായിട്ട് ഇത് സംസാരിക്കാനായിട്ടുള്ള ഇതുവരെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. ഈ ഫ്ലാറ്റിൽ താമസിക്കുകയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത് ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല നമുക്ക്. കാര്യം നമ്മൾ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ 6-7 പേരോളം മരണപ്പെട്ടതായിട്ടാണ് അറിവ്. അതിൽ കോട്ടയത്ത് നമ്മുടെ ഇവിടെ കാസർഗോഡുള്ള രഞ്ജിത്ത്, പന്തളത്തുള്ള ആൾ, ഇവരെല്ലാം നമ്മുടെ ആകാശ്, ഇവരെല്ലാം നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പം നമുക്കുള്ള സുഹൃത്തുക്കളെല്ലാം പോയപ്പം പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാൻ പറ്റുന്നില്ല അവിടുന്ന്. മരണമടഞ്ഞ ഈ സജു വർഗീസ്, അദ്ദേഹവുമായി ദീർഘകാല സൗഹൃദം, അതാണല്ലോ അങ്ങേയും അവിടേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും നമ്മളൊരു ജ്യേഷ്ഠ സഹോദരന് തുല്യമാണ്. അതിലൊക്കെ ഉപരിയുള്ള ഒരാളാണ്. പുള്ളിയുടെ വേർപാട് നമുക്കൊട്ടും താങ്ങാൻ പറ്റാത്തതാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഈ നാടിനെ തന്നെ നടുക്കിയ സംഭവമാണിത്. അവിടുത്തെ രീതി വെച്ച് ഇനിയും വരാൻ പോകുന്നത് തുടർച്ചയായ അവധി ദിവസങ്ങളാണ്. അതിന് മുൻപായി മൃതശരീരങ്ങൾ, ഇപ്പോൾ മരണമടഞ്ഞവരുടെ എല്ലാവരുടെയും മൃതശരീരങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും എത്രയും വേഗം എത്തിക്കാനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിവുള്ളത്. പിന്നെ ബാക്കിയെല്ലാം മിനിസ്ട്രിയുടെ, നമ്മുടെ അതേപോലെ കമ്പനി, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചല്ലേ നടക്കും. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാണ് അവധിക്ക് വന്നത്? എന്ന് മടങ്ങാനാണ് പ്ലാൻ? ഞാൻ മെയ് 20 എത്തിയതാണ്. അപ്പം ഈ ജൂൺ 20 പോകാനിരുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മടക്കി യാത്ര ലേറ്റ് ആവുമായിരിക്കും. 22 വർഷമായി സജു വർഗീസ് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ബന്ധു കൂടിയാണ് KG എബ്രഹാം. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ ജോലി ലഭ്യമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭാര്യ, സഹോദരിയുടെ ഭർത്താവും ഈ അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം 4ാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ താഴെ വീണ് കൈകാലുകൾക്ക് ഒടിവ് സംഭവിക്കുകയും നെഞ്ചിന് കാര്യമായ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആംബുലൻസിലേക്ക് കയറുന്നതിന് മുൻപ് പങ്കുവെച്ച ഏതാനും വിവരങ്ങൾ ബന്ധുക്കൾ കഴിഞ്ഞ ബുള്ളറ്റുകളിൽ നമ്മോടൊപ്പം ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ രക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളുടെയൊക്കെ തന്നെ പ്രതീക്ഷ. വീട്ടിനുള്ളിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു, മക്കൾ 2 പേരാണുള്ളത്. മൂത്ത മകൾ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഇളയ മകൾ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി +2 പ്രവേശനത്തിലേക്ക് അടുക്കുകയാണ്. ആ തുടർ പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി സജു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലുമായിരുന്നു.